Most of us are interested in Harry Potter series. Here we are discussing Harry Potter and the Philosopher's Stone by J.K. Rowling. ഹാരി പോട്ടർ കഥകൾ എല്ലാവർക്കും ഇഷ്ടമുള്ള കഥകളാണ്. അതിലെ ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്ന കഥയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. And Harry Potter and the Philosopher's Stone is a fantasy novel written by the famous British writer J.K. Rowling. J.K. റൗളിംഗ് എന്ന പ്രശസ്തിയായ ബ്രിട്ടീഷ് എഴുത്തുകാരിയാണ് ഹാരി പോട്ടർ എന്ന ഈ സീരീസ് എഴുതിയത്. അതിൽ ഇറ്റ് ഈസ് ദി ഫസ്റ്റ് നോവൽ ഇൻ ദ ഹാരി പോട്ടർ സീരീസ് ആൻഡ് വാസ് ദി ഡെബ്യൂ നോവൽ ഓഫ് J.K. റൗളിംഗ്. J.K. റൗളിങ്ങിൻ്റെ ആദ്യത്തെ നോവലാണ്, ഡെബ്യൂ നോവലാണ്. അതേപോലെ തന്നെ ഹാരി പോട്ടർ സീരീസിലെ ഫസ്റ്റ് നോവലാണ് ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫർ സ്റ്റോൺ. Harry Potter, a young wizard, discovers his magical heritage on his 11th birthday when he receives a letter of acceptance to Hogwarts School of Witchcraft and Wizardry. തൻ്റെ 11ാമത്തെ വയസ്സിലാണ് ഹാരി പോട്ടർ മനസ്സിലാക്കുന്നത് തനിക്ക് മാജിക് എന്ന കലയുമായി ബന്ധമുണ്ട്, അതിന് ആ ഒരു പാരമ്പര്യം തനിക്കുണ്ടെന്ന് മനസ്സിലാകുന്നു. ആ 11ാമത്തെ വയസ്സിലാണ് അവന് മാജിക് സ്കൂളിൻ്റെ പേര് ഹോഗ്വാർഡ് സ്കൂൾ എന്നാണ്. ആ സ്കൂളിലേക്ക് അവന് അഡ്മിഷൻ കിട്ടുന്നു. ഹോഗ്വാർഡ് സ്കൂൾ ഓഫ് വിച്ച് ക്രാഫ്റ്റ് ആൻഡ് വിസാർഡി, അവിടെ ആ മന്ത്രവാദങ്ങളും കാര്യങ്ങളും മാജിക്കൊക്കെ പഠിപ്പിക്കുന്ന സ്കൂളാണ്. ആ സ്കൂളിലേക്ക് അവന് അഡ്മിഷൻ കിട്ടുന്ന സമയത്താണ് അവൻ അറിയുന്നത് അവൻ്റെ ഒരു പാരമ്പര്യം ഈ ഒരു മാജിക്കുമായിട്ട് ബന്ധപ്പെട്ട പാരമ്പര്യമാണെന്ന് മനസ്സിലാക്കുന്നു. ആൻഡ് ഇൻ ദ സ്കൂൾ ഹാരി മേക്സ് ക്ലോസ് ഫ്രണ്ട്ഷിപ്പ്. ഈ സ്കൂളിലെത്തുന്ന ഹാരി കുറേ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നു. ആൻഡ് with the help of these friends, Ron Weasley and Hermione Granger, he faces the dark wizard Lord Voldemort, who killed Harry's parents when he was 15 months old. ഹാരി മനസ്സിലാക്കുന്നു തൻ്റെ 15 മാസമുള്ള സമയത്ത്, അതായത് അവൻ വളരെ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവൻ്റെ മാതാപിതാക്കളെ കൊന്ന ആള് വോൾമോർത്ത് എന്ന ഒരു മാന്ത്രികനാണ്, ദുർമന്ത്രവാദിയാണ് തൻ്റെ മാതാപിതാക്കളെ കൊന്നത് എന്ന കാര്യം ഫ്രണ്ട്സിൻ്റെ സഹായത്തോടു കൂടി ഹാരി മനസ്സിലാക്കുന്നു. ഹാരി പോട്ടർ ഈസ് ലിവിങ് വിത്ത് ഹിസ് അബ്യൂസീവ് അങ്കിൾ വേർണൻ ആൻഡ് ഓണ്ട് പെറ്റൂണിയ. ഹാരി പോട്ടർ ജീവിക്കുന്നത് അവൻ്റെ അങ്കിളിൻ്റെ പേര് വേർണനാണ്. അദ്ദേഹം കുറച്ച് അബ്യൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്രൂരനാണ്. അതേപോലെ തന്നെ ആൻറ്റിയുടെ പേര് ഡേഴ്സ്ലി, പെറ്റൂണിയ ഡേഴ്സ്ലി എന്ന ആൻറ്റി. അതേപോലെ അവരുടെ സ്പോയിൽഡ് സൺ മീൻസ് കുരുത്തങ്കട്ട ചെക്കൻ്റെ പേര് ഡഡ്ലി എന്ന കുരുത്തങ്കട്ട ചെക്കനും അമ്മാവൻ ഇവരോടൊപ്പമാണ് ഹാരി താമസിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഓർഫനാണ് അവൻ, അനാഥനാണ്. അവൻ്റെ അച്ഛനും അമ്മയും വളരെ ചെറുപ്പത്തിൽ കൊന്നതാണ്. അങ്ങനെയുള്ള ഹാരി അങ്കിളിൻ്റെയും അമ്മായിയുടെയും കൂടെയാണ് ജീവിക്കുന്നത്. ആൻഡ് ഓൺ ഹാരീസ് 11th birthday he realizes that he is a wizard. Rebus Hagrid tells him that he can attend Hogwarts School of Magic. ഇവനോട് ഹോഗ്വാർട്സ് സ്കൂളിൽ ചേരാൻ, ആ മാജിക്കിൻ്റെ സ്കൂളാണ്, അവിടെ ചേരാൻ അവനോട് പറയുന്നത് റെബ്യൂസ് ഹാഗ്രിഡ് ആണ്. ആൻഡ് ഹി ഓൾസോ റിവീൽസ് ദാറ്റ് എ ഡാർക്ക് വിസാർഡ് വോൾഡ്മോർട്ട് മർഡർഡ് ഹിസ് പാരൻസ് വെൻ ഹി വാസ് ആൻ ഇൻഫൻറ്റ്. അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു, നിൻ്റെ ചെറുപ്പത്തിൽ നീ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നിൻ്റെ മാതാപിതാക്കളെ കൊന്നത് വോൾഡ്മോർട്ട് എന്ന ദുർമന്ത്രവാദിയാണ്. ഡാർക്ക് വിസാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർമന്ത്രവാദി, വോൾഡ്മോർട്ട് എന്ന ദുർമന്ത്രവാദിയാണ് നിൻ്റെ പാരൻസിനെ കൊന്നത് എന്നും പറഞ്ഞു കൊടുക്കുന്നു. ആൻഡ് വോൾഡ്മോർട്ട്സ് കില്ലിംഗ് നേച്ചർ ഡിസ്ട്രോയ്ഡ് ഹിം ആൻഡ് ലീവ്സ് എ ലൈറ്റ്നിങ് ബോൾട്ട് ഷേപ്ഡ് സ്കാർ ഓൺ ഹാരീസ് ഫോർഹെഡ്. വോൾഡ്മോർട്ട് വളരെ ക്രൂരനാണ്, എല്ലാവരും കൊല്ലുന്ന പോലത്തെ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. ആൻഡ് ഇറ്റ് മെയ്ഡ് ഹിം ഫേമസ് എമംഗ് ദ വിസാർഡ്സ്. അങ്ങനെ നമ്മുടെ ഹാരിയുടെ നെറ്റിയിലും ഒരു ചെറിയ സ്കാർ ഉണ്ടാകുന്നു, ഒരു മുറിവുണങ്ങിയ പാട്. ആ പാടിലൂടെ, ആ ഒരു അടയാളത്തിലൂടെയാണ് ഹാരി മറ്റുള്ളവരുടെ ഇടയിൽ ഫേമസ് ആകുന്നത്. ആൻഡ് ഹാരി വാസ് ടേക്കൺ ടു ഡയഗൺ ആലി ബൈ ഹാഗ്രിഡ്, from where he buys a wand and other school accessories. ഡ്രാഗൺ ആലി എന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ നിന്ന്
മാജിക്കിന് വേണ്ട കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങുന്നു. അതായത് മാന്ത്രിക വടിയും മാജിക്കിന് വേണ്ട മറ്റ് സാധന സാമഗ്രികളൊക്കെ വാങ്ങുന്നു. ആൻഡ് എ മന്ത് ലേറ്റർ ഹി ട്രാവൽസ് ടു ഹോഗ്വാർട്സ് ആൻഡ് ബിഫ്രണ്ട്സ് റോൺ വീസ്ലി, എ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ് ഡ്യൂറിങ് ദ ജേർണി. അങ്ങനെ ഒരു മാസത്തിന് ശേഷം അവൻ ഹോഗ്വാർട്സ് സ്കൂളിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നു. അവിടെ ആദ്യമായിട്ട് സുഹൃത്തായി മാറുന്നത് റോൺ വീസ്ലി എന്ന ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ആൻഡ് ദേ മെറ്റ് ഹെർമിയോൺ ഗ്രാങ്കർ ആൻഡ് കൺഫ്രണ്ട് വിത്ത് ഡ്രേസ് മാൽഫോയ്. അവിടെ വെച്ച് മറ്റു സുഹൃത്തുക്കളെ കാണുന്നു. ഹെർമിയോൺ ഗ്രാങ്കർ, അതേപോലെ ഡ്രേസ് മാൽഫോയ് തുടങ്ങിയവരെയൊക്കെ കാണുന്നു. അവരൊക്കെ ഫ്രണ്ട്സ് ആകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ഹോഗ്വാർട്സ് സ്കൂളിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഹാരിക്ക് കിട്ടുന്നു. ആൻഡ് അറ്റ് ഹോഗ്വാർട്സ് എ മാജിക്കൽ സോർട്ടിംഗ് ഹാറ്റ് അസൈൻസ് ഈച്ച് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ്. ആൻഡ് ഒരു മാജിക്കൽ ഹാറ്റ്, അതായത് മാന്ത്രിക തൊപ്പിയും അവർക്ക് കൊടുക്കുന്നു. ആൻഡ് ഹാരി, റോൺ ആൻഡ് ഹെർമിയോൺ ആർ അസൈൻഡ് ടു Gryffindor, though the hat considers putting Harry in Slytherin. ഈ മാജിക് ഹാറ്റിൻ്റെ വിശ്വാസം ഹാരിയെ സ്ലിതറിൻ എന്ന ആ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നാണ്. പക്ഷേ ഇവർക്ക് കൊടുത്തേക്കുന്നത്, അതായത് ഹെർമിയോൺ, ഹാരി, റോൺ അവരെ പോകാൻ വിട്ട സ്ഥലം എന്ന് പറയുന്നത് ഗ്രിഫിൻഡോർ എന്ന ആ വീടാണ്. ആ ഗ്രിഫിൻഡോറിലേക്കാണ് ഇവരെ അസൈൻ ചെയ്തത്. അവർക്ക് പോകണം എന്ന് ചുമതല കൊടുത്തത് അങ്ങോട്ടേക്കാണ്. പക്ഷേ മാജിക് ഹാറ്റ് അവരെ വിചാരിക്കുന്നത് സ്ലിതറിനിൽ ഹാരി കൊണ്ടുപോകണം എന്നാണ്. ആൻഡ് ഹാരീസ് ബ്രൂമിഷ് ഫ്ലൈയിങ് എബിലിറ്റി ഏൺസ് ഹിം എ പ്ലേസ് ഇൻ ദി ഗ്രിഫിൻഡോർ ക്വിഡിച്ച് ടീം ആസ് ദി സീക്കർ. ഇനി ബ്രൂം സ്റ്റിക്ക് ഫ്ലൈയിങ് എബിലിറ്റി, അതായത് നമ്മളുടെ ലുട്ടാപ്പി പറന്നു പോകുന്ന പോലെ, കുന്തത്തിൽ പറന്നു പോകുന്ന പോലെയുള്ള ഒരു ചൂലുപയോഗിച്ചുള്ള മാന്ത്രിക വിദ്യയാണ്. അപ്പോൾ അതിൽ ഹാരിക്ക് കഴിവുണ്ട്. നമ്മൾ പറഞ്ഞു അവന് അങ്ങനെ ഒരു പാരമ്പര്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഗ്രിഫിൻഡോർ ക്വിഡിച്ച് എന്ന് പറയുന്ന ഒരു പ്രൊഫസറാണ്. അവരുടെ ആ ഒരു ടീമിൽ ഹാരിക്ക് ഒരു സ്ഥാനം കിട്ടുന്നത്. ഹാരിയെ ആ ടീമിലേക്ക് എടുക്കുന്നു. ആൻഡ് വൺ നൈറ്റ് ഹാരി ആൻഡ് റോൺ ഡിസ്കവർ എ ജൈജാൻറ്റിക് 3-headed ഡോഗ് ഗാർഡിങ് എ ട്രാപ്പ് ഡോർ. ഒരു ദിവസം രാത്രിയിൽ ഹാരിയും റോണും ഒരു 3 തലയുള്ള നായിനെ കാണും. ഒരു വാതിലിൻ്റെ അടുത്ത് 3 തലയുള്ള നായി ആ വാതിലിനെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന കാണുന്നു. ആൻഡ് ദ 2 boys സേവ് ഹെർമിയോൺ ഫ്രം എ ട്രോൾ ആൻഡ് ലേറ്റർ കീപ്സ് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഹർ. അങ്ങനെ ഹെർമിയോൺ എന്ന ആ കുട്ടിയെ ഈ ആൺകുട്ടികൾ രക്ഷിക്കുന്നു. അതായത് റോണും ഹാരിയും ചേർന്ന് ഹെർമിയോൺ എന്ന കുട്ടിയെ രക്ഷിക്കുന്നു. അങ്ങനെ രക്ഷിക്കുമ്പോൾ ഓൺ ക്രിസ്മസ് ഈവ് ഹാരി റിസീവ്സ് ആൻ അനോണിമസ് ഗിഫ്റ്റ് ദാറ്റ് ഈസ് ഹിസ് ഫാദേഴ്സ് ഇൻവിസിബിലിറ്റി ക്ലോക്ക്. ഒരു ദിവസം, അതായത് ഒരു ക്രിസ്മസ് ദിവസം രാത്രിയിൽ ഹാരിക്ക് ഒരു അനോണിമസ്, അജ്ഞാതമായിട്ടുള്ളൊരു ഗിഫ്റ്റ് കിട്ടുന്നു. അതായത് ആരാണ് അയച്ചതെന്നൊന്നും അറിയില്ല. അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നു. അതിലുള്ളത് അവൻ്റെ അച്ഛൻ്റെ ഇൻവിസിബിലിറ്റി ക്ലോക്ക്, അതായത് അപ്രത്യക്ഷമാകാൻ കഴിയുന്ന രീതിയിലുള്ള ഡ്രസ്സാണ്. ആ ഒരു ഡ്രസ്സ് അവന് കിട്ടുന്നു. ആൻഡ് വൈൽ യൂസിങ് ദ ക്ലോക്ക് ഹി ഡിസ്കവേഴ്സ് ദ മിറർ ഓഫ് എ റീസൺ വിച്ച് ഷോസ് ദ വ്യൂവർ വാട്ട് ഹി മോസ്റ്റ് ഡിസയർ. ഈ ക്ലോക്ക് എന്ന് പറയുന്നത് ഇവിടെ ഡ്രസ്സാണ്, CLOAK. ആ ഡ്രസ്സ് ഉപയോഗിക്കുന്ന സമയത്ത് അവന് ഒരു മിറർ കാണുന്നു. ആ മിറർ ഒരു കണ്ണാടിയിലൂടെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം നമുക്ക് കാണാൻ സാധിക്കും. നമ്മളുടെ ഉള്ളിലുള്ള ആഗ്രഹം നമുക്ക് സാധിച്ചു കിട്ടും. അങ്ങനെയുള്ള ഒരു മിറർ അവൻ കാണുന്നു. ആൻഡ് ഹാരി സീസ് ഹിസ് ഫാമിലി ഇൻ ദ മിറർ. ഈ സമയത്ത് ആ കണ്ണാടിയിൽ ഹാരിക്ക് അവൻ്റെ കുടുംബത്തെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു ഡ്രസ്സാണ്. അച്ഛൻ്റെ ആ ഡ്രസ്സ് എന്ന് പറയുന്ന സമയത്ത് തന്നെ അവൻ്റെ പാരൻസിൻ്റെ ഓർമ്മ അവൻ്റെ മനസ്സിൽ വരുന്നു. അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പാരൻസിനെ കാണാനാണ്. അങ്ങനെ ആ മിററിൽ നോക്കുന്ന സമയത്ത് അവന് അവൻ്റെ പാരൻസിനെ കാണാൻ സാധിക്കുന്നു. ആൻഡ് ഹാരി, റോൺ ആൻഡ് ഹെർമിയോൺ ലേൺ ദാറ്റ് ദ 3-headed dog is guarding a magical object called the Philosopher's Stone which grants immortality to the user. ഈ സമയത്ത് ഹാരിയും റോണും ഹെർമിയോണും ഇവർ നല്ല ഫ്രണ്ട്സാണ്. അങ്ങനെ അവർ മനസ്സിലാക്കുന്നു ഈ 3 തലയുള്ള നായി കാവൽ നിൽക്കുന്നത്
ഒരു മാജിക്കൽ ഓബ്ജക്റ്റാണ്, ഒരു മാജിക്കൽ വസ്തു. അതിൻ്റെ പേര് ഫിലോസഫർ സ്റ്റോൺ എന്നാണ്. ആ ഫിലോസഫർ സ്റ്റോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഇമ്മോർട്ടാലിറ്റി കിട്ടും, അതായത് അനശ്വരത, മരിക്കില്ല, മരണമില്ലാത്ത ഒരു അവസ്ഥ നമുക്ക് കിട്ടും. അത് ആ ഒരു മാജിക്കൽ സ്റ്റോണിനെ കാത്തു വെക്കുകയാണ് ഈ 3-headed dog എന്നവർ മനസ്സിലാക്കുന്നു. ആൻഡ് എ സെൻറ്റർ നെയ്മഡ് ഫ്രണ്ട്സ് വാൺസ് ഹാരി ദാറ്റ് വോമോട്ട് ഈസ് പ്ലോട്ടിംഗ് ടു സ്റ്റീൽ ദ സ്റ്റോൺ ടു റീസ്റ്റോർ ഹിസ് ബോഡി. ഈ സമയത്ത് ഫ്രണ്ട്സ് എന്ന മറ്റൊരു മാന്ത്രികൻ പറഞ്ഞു കൊടുക്കുന്നു, അതായത് ഹാരിയുടെ കൂടെ പഠിക്കുന്ന കുട്ടിയാണ്, അവൻ പറഞ്ഞു കൊടുക്കുന്നു ഈ സമയത്ത് നമ്മളുടെ വോൾഡ്മോർ, അതായത് ഹാരിയുടെ പാരൻസിനെ കൊന്ന ആ ദുർമന്ത്രവാദി ഈ മാജിക്കൽ സ്റ്റോൺ ഫിലോസഫർ സ്റ്റോൺ എന്ന ഈ മാജിക്കൽ സ്റ്റോൺ കൈയടക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം അവൻ്റെ ആരോഗ്യം നിലനിർത്തണം, അവൻ പിന്നെ മരിക്കില്ല, അതുകൊണ്ട് അവൻ അങ്ങനെ ആ ഒരു സ്റ്റോൺ തട്ടിയെടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. ആൻഡ് വൈൽ ഹാരി പ്രൊസീഡ്സ് ടുവേർഡ്സ് ദ സ്റ്റോൺ ദേ ഹാവ് ടു ഫേസ് വേരിയസ് ഒബ്സ്റ്റക്കിൾസ്. അങ്ങനെ ഈ ഫിലോസഫർ സ്റ്റോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഹാരിയും ഫ്രണ്ട്സും റോണ്, ഹെർമിയോൺ ഇവരൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. ആൻഡ് ഹാരി എൻകൗണ്ടേഴ്സ് വിത്ത് പ്രൊഫസർ ക്യുറൽ ദ ഡിഫെൻസ് എഗെയിൻസ്റ്റ് ദ ഡാർക്ക് ആർട്ട് പ്രൊഫസർ. വെൻ ഹാരി ലുക്സ് ഇൻ ദ മിറർ ഹി ഫീൽസ് എ സ്റ്റോൺ ഡ്രോപ്പ് ഇൻ ടു ഹിസ് പോക്കറ്റ്. അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പ്രൊഫസർ ക്യുറലുമായിട്ട് അവർക്ക് നേരിടേണ്ടി വരുന്നു. ഈ ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രൊഫസറാണ്, അദ്ദേഹവുമായിട്ട് അവർക്ക് നേരിടേണ്ടതായി വരുന്നു. ആൻഡ് ഈ ഹാരി ഈ മിററിൽ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, ആ ഒരു മിററിൽ നോക്കിയാൽ അവൻ്റെ മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം, ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു കിട്ടുമെന്നാണ്. അങ്ങനെ ഹാരി ആ മിററിൽ നോക്കുന്നു, ആ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് ഫിലോസഫർ സ്റ്റോൺ അവൻ്റെ പോക്കറ്റിൽ വന്നത് അവൻ അറിയുന്നു, അവൻ്റെ ആഗ്രഹം സാധിച്ചു. ആൻഡ് he feels the stone drop into his pocket and Quirrell tries to seize the stone but burns. ഈ സമയത്ത് ക്യുറലുമായിട്ട് നേരിട്ടു എന്ന് പറഞ്ഞു. ക്യുറൽ ഈ ഫിലോസഫർ സ്റ്റോൺ തട്ടിയെടുക്കാൻ നോക്കുന്നു, അതായത് ഇവൻ്റെ പോക്കറ്റിൽ വന്നിട്ടുണ്ട് സാധനം. ആ ഫിലോസഫർ സ്റ്റോൺ തട്ടിയെടുക്കാനായിട്ട് ക്യുറൽ നോക്കുന്ന സമയത്ത് അവർ തമ്മിൽ നല്ല ശക്തമായ അടിയാകുന്നു. അങ്ങനെ പൊള്ളലേൽക്കുന്നു, ക്യുറലിന് പൊള്ളലേൽക്കുന്നു. ആൻഡ് ഹാരീസ് സ്കാർ. പ്രൊഫസർ ക്യുറലുമായിട്ട് പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഹാരിക്കുള്ള ആ മുറിവുണങ്ങിയ പാട് അതിൽ വീണ്ടും മുറിവേൽക്കുന്നു. അങ്ങനെ അവൻ്റെ ബോധം നഷ്ടപ്പെടുന്നു. ഹി ഫെൽ അൺകോൺഷ്യസ്. ഹാരി awakens in the school's infirmary and the headmaster Albus Dumbledore explains that Harry survived because he was protected by the magical charm that was created when his mother died trying to protect him. ഈ സമയത്ത് കുറച്ച് കഴിഞ്ഞ് ഇപ്പം ബോധം കെട്ട് കിടക്കുകയാണ് ഹാരി. കുറച്ച് കഴിഞ്ഞ് അവന് ബോധം തെളിയുന്നു. ബോധം തെളിയുന്ന സമയത്ത് സ്കൂളിൻ്റെ വരാന്തയിലാണുള്ളത്. സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള ആൽബസ് ഡബിൾഡൺ അവനോട് പറയുന്നു, നിനക്ക് ആരോഗ്യത്തിനൊന്നും പറ്റിയിട്ടില്ല, അതായത് നീ മരിച്ചിട്ടില്ല. കാരണം അത് മരിക്കാത്തതിന് കാരണം നിൻ്റെ അമ്മയുടെ ആ ഒരു മാജിക്കൽ സ്കില്ലാണ്. അതായത് അവർ മരിക്കുന്ന സമയത്ത് ആ ഒരു മാന്ത്രിക വലയം നിന്നിൽ തീർത്തിരുന്നു. അതായത് നീ ഇനി മരിക്കില്ല എന്നുള്ള ആ ഒരു മാന്ത്രിക വലയം, നിനക്കങ്ങനെ പെട്ടെന്ന് അപകടം പറ്റില്ല എന്നുള്ള മാന്ത്രിക വലയം അവർ തീർത്തിരുന്നു എന്ന് പറയുന്നു. ആൻഡ് ക്യുറൽസ് ഹേറ്റ്രഡ് ആൻഡ് ഗ്രീഡ് കോസ്ഡ് ഹിം ടു ബേൺ ആൻഡ് വോൾമോട്ട് അബാൻഡൻഡ് ഹിം ടു ഡൈ. ഈ സമയത്ത് വോൾമോട്ടിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തതാണ് ക്യുറൽ. അപ്പോൾ വോൾമോട്ടിൻ്റെ ആ ഒരു പ്രേരണയാലാണ് ക്യുറൽ ഈ ഫിലോസഫർ സ്റ്റോൺ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത്. ആ ഫിലോസഫർ സ്റ്റോൺ ഇയാളുടെ ആഗ്രഹം, അത്യാഗ്രഹം കാരണമാണ് പൊള്ളലേൽക്കുന്നത്, ക്യുറലിന് പൊള്ളലേൽക്കുന്നത്. പക്ഷേ അങ്ങനെ പൊള്ളലേൽക്കുന്ന ക്യുറലിനെ രക്ഷിക്കാൻ വോൾമോട്ട് തയ്യാറാകുന്നില്ല. അങ്ങനെ മരണത്തിന് കീഴടങ്ങുന്നു, അതായത് ക്യുറൽ മരണത്തിന് കീഴടങ്ങുന്നു. ഡബിൾഡൺ റിവീൽസ് ദാറ്റ് ദ സ്റ്റോൺ ഹാഡ് ബീൻ ഡിസ്ട്രോയിഡ്. അതേപോലെ തന്നെ ആ ഫിലോസഫർ സ്റ്റോൺ നശിച്ചു പോയി എന്നും ഡബിൾഡൺ പറയും. ആൻഡ് ഇൻ ദ ഇയർ എൻഡ് പ്രോഗ്രാം ഓഫ് ദ സ്കൂൾ ഗ്രിഫിൻഡോർ ഈസ് അവോർഡഡ് ദി ഹൗസ് ക്യാപ്പ്. ഗ്രിഫിൻഡോറിന്, അതായത് ഹാരിയും റോണും ഒക്കെ ഉൾപ്പെട്ട ഗ്രിഫിൻഡോർ എന്ന വീടിന് ഹൗസ് ക്യാപ്പ് കിട്ടുന്നു. ആ അവസാനം, അതായത് ആ ഒരു അക്കാദമിക് ഇയറിൻ്റെ അവസാനമാണ് ഏറ്റവും നല്ല വീടിന് കിട്ടുന്ന ഏറ്റവും നല്ല ടീമിന് കിട്ടുന്ന ഒരു ക്യാപ്പാണ് ഹൗസ് ക്യാപ്പ്. ആ ഒരു ടീം ഹാരിയുടെ ടീമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. ആൻഡ് ഹാരി അറ്റ് ലാസ്റ്റ് റിട്ടേൺസ് ടു ദ ഹോം ഡസ്ലി ഫോർ ദ സമ്മർ. അവസാനം ഡസ്ലിയിലേക്ക്, തൻ്റെ വീട്ടിലേക്ക്
സമ്മർ വെക്കേഷന് ഹാരി തിരിച്ചു വരുന്നു. ഇതോട് കൂടിയാണ് ഈ നോവൽ അവസാനിക്കുന്നത്. ഇതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഹാരി പോട്ടർ ആൻഡ് ദി ഫിലോസഫേഴ്സ് സ്റ്റോൺ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കാം. പിന്നീട് ഹാരീസ് ഫ്രണ്ട്ഷിപ്പ്, ആരൊക്കെയാണ് ഫ്രണ്ട്സ്, അവരുമായിട്ടുള്ള ആ ഒരു റിലേഷൻ എങ്ങനെയാണെന്നുള്ളത് ചോദിക്കാം. പിന്നീട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഹാരീസ് സ്ട്രഗിൾ അല്ലെങ്കിൽ ഹാരീസ് കോൺഫ്ലിക്റ്റ് വിത്ത് വോൾമോർട്ട്, അയാളുമായിട്ടുള്ള ആ ഒരു ക്വാറൽ എങ്ങനെയാണെന്ന് ചോദിക്കാം. These are the important points. Hope you enjoyed it. Thank you.